ഞാൻ ബിസിനസ് ചെയ്ത് സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നു, നിങ്ങൾ രാഷ്ട്രീയം ചെയ്ത് സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നു, നിങ്ങൾ ട്രേഡ് യൂണിയൻ ചെയ്ത് സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നു, മറ്റേയാൾ ഗുണ്ടാപ്പണി ചെയ്ത് സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നു. ഇങ്ങനെ ഈ സമൂഹത്തിൽ പലരും സമ്പത്തുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് സാബു കണ്ടു. അപ്പോൾ സാബുവിന് മനസ്സിലായി ഇവിടെ ബിസിനസ് മാത്രം ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കുറച്ച് ട്രേഡ് യൂണിയനിസം വേണം, ചിലപ്പം കുറച്ച് റൗഡിസം വേണം, കുറച്ച് പൊളിറ്റിക്സ് വേണം എന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാശിറക്കുന്നവൻ നെഞ്ച് പൊളക്കുപോയി, മറ്റുള്ളവനിത് പ്രശ്നമല്ല. 1000 കോടി 3000 കോടി 5000 കോടി എന്നൊക്കെ പറഞ്ഞ് ഇറക്കുമ്പോൾ നമുക്കിത് നിസ്സാരമാണ്, അയാളുടെ നെഞ്ച് പൊളക്കില്ലേ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അദാനി ഇവിടെ വന്നു, അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ലായിരുന്നു? ആദ്യം എതിർക്കുകയും പിന്നെ അനുകൂലിക്കുകയും ചെയ്തത് എന്താണ്? പൊളിറ്റിക്സ് അല്ലേ. ഇപ്പോൾ പൊളിറ്റിക്സ് ഇവിടെ ഭയങ്കര പ്രകടമാണ്. പൊളിറ്റിക്സ് ആരാ രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ നടത്തുന്നത്? ട്രേഡ് യൂണിയനുകളാണ്. ട്രേഡ് യൂണിയനിസം ഭയങ്കരമാണ്. അതിനെ നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം നോക്കുകൂലിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. അദ്ദേഹം മാത്രമേ ഈ തൊഴിലാളി ഈ ട്രേഡ് യൂണിയനിസത്തിനെതിരെ ആ പാർട്ടിക്കകത്ത് പോലും ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഭയങ്കര വ്യാപിച്ചു പോയി. ഞാൻ പറഞ്ഞില്ലേ, ഓരോ കിലോമീറ്ററിലും ഇങ്ങനെ 70,000 പേരിങ്ങനെ നോക്കിയിരിക്കുക. ഇതിവിടെ മാത്രമല്ല, സർക്കാർ ഓഫീസിൽ 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുള്ളതിൽ ഒരു 3-4 ലക്ഷം ഇടതുപക്ഷ സംഘടനകളിൽ തന്നെ ഉണ്ട്. അവരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക, നമ്മുടെ ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് നേട്ടമുണ്ടാകുന്നത്, നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നതിന് എന്ത് വേണം. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും അവർ പറയാറുണ്ട് കാര്യക്ഷമമായ സിവിൽ സർവീസ് എന്ന്. കാര്യക്ഷമമായ സിവിൽ സർവീസ് വേണമെങ്കിൽ കാര്യക്ഷമമായ സിവിൽ സർവൻറ്റ് വേണം. ആ കാര്യക്ഷമമായ സിവിൽ സർവൻറ്റിനെ കൊണ്ടുവരാൻ ഇവിടുത്തെ ഏത് ട്രേഡ് യൂണിയൻ ശ്രമിക്കാറുണ്ട്, ഏത് സർക്കാർ ഉദ്യോഗസ്ഥർ, ഏത് ഗവൺമെൻറ്റുകൾ ശ്രമിക്കാറുണ്ട്, ഏത് സർക്കാരുകൾ ശ്രമിക്കാറുണ്ട്.